ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വീൽസ്. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ യാത്ര ഇഷാ യോഗ സെൻറ്ററിലേക്കാണ്. അവിടെ മഹാദേവൻ്റെ പകുതി വരെയുള്ള ഒരു ഭീമാകാരനായിട്ടുള്ള സ്റ്റാച്യു ഉണ്ട്. അത് കാണാനാണ് ഇന്നത്തെ യാത്ര. ഇവിടെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തന്നെ ഒരു ടോയ് ട്രെയിനിൻ്റെ എൻജിൻ വെച്ചിട്ടുണ്ട്. അതിൽ കോയമ്പത്തൂർ ജംഗ്ഷൻ സെലിബ്രേറ്റിംഗ് 115th ഇയർ എന്ന് എഴുതിയിട്ടുണ്ട്. എന്തൊരു ലുക്കാണ് എല്ലാവരും എൻജിൻ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു എൻജിൻ കണ്ടപ്പോൾ നമ്മുടെ ഊട്ടിയിലുള്ള ടോയ് ട്രെയിൻ ഇല്ലേ, ആ ഒരു ടോയ് ട്രെയിനിൻ്റെ ഇങ്ങനെ പോകുന്ന ആ ഒരു ഇമേജ് ഇങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റി. നല്ല രസമുണ്ട് ആ എൻജിൻ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഇഷാ യോഗ സെൻറ്ററിലേക്ക് ഒരുപാട് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇനി നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരുന്നതാണെങ്കിൽ ഇവിടെ സ്റ്റേഷന് ഫ്രണ്ടിൽ തന്നെ ടാക്സി സ്റ്റാൻഡും ഉണ്ട്. ഈ കാറ് ടാക്സി സ്റ്റാൻഡാണിത്. ഇവിടെ ഊബർ ടാക്സികളല്ല ഉള്ളത്. ഈ ഊബറിന് പകരം വേറെന്തോ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കെന്തായാലും ബസ്സിന് തന്നെ പോവാം. സ്റ്റേഷനിൽ നിന്നും നേരെ മെയിൻ റോഡിലേക്ക് ഇറങ്ങിയ ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക്. കുറേ വണ്ടിക്കാരൊക്കെ വന്നിട്ട് നമ്മളോട് ചെറിയ പൈസക്ക് കൊണ്ടുവിടാമെന്നൊക്കെ പറയും. ബട്ട് അവരൊന്നും നമ്പിനാൽ ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ച് പൂരിപ്പിച്ചാൽ മതി. എന്തായാലും ബസ് സർവീസ് നടത്തുന്ന റൂട്ട് തന്നെയാണ്. ഒരുപാട് ബസ്സുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാറുകാരെയും ഓട്ടോറിക്ഷക്കാരുടെ ഒന്നും ആവശ്യം ഇപ്പോൾ നമുക്കില്ല. സ്റ്റേഷനിൽ നിന്നും ഒരു 100 മീറ്റർ നടന്നാൽ തന്നെ നമ്മുടെ ബസ് സ്റ്റോപ്പിലെത്തും. തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൻ്റെ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നിലായിട്ടുള്ള ബസ് സ്റ്റോപ്പിലാണ് നമുക്ക് പോകാനുള്ള ബസ് വരുന്നത്. 14D എന്ന നമ്പറുള്ള ബസ്സാണ് ഇഷാ യോഗയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. ബസ്സിന് കയറിയിട്ട് 1.25 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇഷാ യോഗ സെൻറ്ററിൻ്റെ മുന്നിലേക്ക് എത്തി. ഒരു 40 രൂപയാണ് നമുക്ക് ടിക്കറ്റിന് ചാർജ് ആയത്. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബസ്സിൽ കയറിയ സമയത്ത് എനിക്ക് കുറേ ആൾക്കാരെ കിട്ടി. തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ വരുന്ന കുറേ ടീംസ് ഉണ്ടായിരുന്നു, മലയാളികൾ. ഈ ഒരു ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഈ ഒരു ഇഷാ യോഗ സെൻറ്റർ തന്നെയാണ്. ഇവിടെ നിന്ന് കുറച്ചു നേരം നിർത്തിയിട്ട ശേഷം ഈ ബസ് ഗാന്ധിപുരത്തേക്ക് തന്നെ തിരിച്ചു പോകും. ബസ് ഇറങ്ങി ഉള്ളിലേക്ക് നടന്നപ്പോൾ കാളവണ്ടികൾ പോകുന്ന കണ്ടു. പഴയ മോഡൽ കാളവണ്ടിയല്ല, നമ്മുടെ ബൈക്കിൻ്റെ ടയറൊക്കെ വെച്ചിട്ടുള്ള ഒരു 10 പേർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി പറ്റുന്ന സെറ്റപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു ന്യൂ ജനറേഷൻ കാളവണ്ടിയാണെന്ന് പറയാം. അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ കാളവണ്ടിക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറുണ്ട്. ഇഷാ യോഗയുടെ അവിടം വരെ ഒരാൾക്ക് 10 രൂപയാണ് ഈ ഒരു കാളവണ്ടിയുടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. ഇനി നടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് നടക്കാം. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാത്രമാണ് നടക്കാനുള്ളത്. ഒരു 500 മീറ്റർ മാത്രമേ നടക്കാനുള്ളൂ. സത്യം പറഞ്ഞാൽ ആ ഒരു കാളയൊക്കെ സമ്മതിക്കണം. ഒരു 10-12 പേരെയൊക്കെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് എത്ര കഷ്ടപ്പാടുണ്ടാവും അല്ലേ. അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനും അതിനെ കഷ്ടപ്പെടുത്തിയല്ലോ എന്ന് ഓർത്തിട്ടൊരു കുറ്റബോധം. സാരില്ല അല്ലേ, കാള എന്നോട് ക്ഷമിച്ചു എന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. ഇവിടെ ഏകദേശം 5-10 കാളവണ്ടികളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ ശിവൻ്റെ സ്റ്റാച്യു ആ ഒരു ഇരുട്ടിൽ ഇങ്ങനെ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 7:15 തൊട്ട് 7:45 വരെ ഇവിടെ ലേസർ ഷോയൊക്കെ ഉണ്ട്. അതും ഫ്രീ ആയിട്ടാണ്. അത് കാണാനാണ് ഞാനും ഈ ഒരു സമയം തന്നെ തിരഞ്ഞെടുത്തതും. പോകുന്ന വഴിയിൽ ദൂരെയായിട്ട് വലിയ വലിയ മലനിരകൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളിയാങ്കിരി മലനിരകളാണ് ആ കാണുന്നതൊക്കെ. വൈകുന്നേരം വന്നാൽ, അതായത് സന്ധ്യക്ക് മുന്നേ കുറച്ച് സൂര്യപ്രകാശമൊക്കെ ഉള്ള സമയത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കാളവണ്ടിയിൽ അല്ലെങ്കിൽ നടന്നിട്ട് പോകുന്ന സമയത്ത് ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പൊളിയായിരിക്കും. ഞാനത് മിസ് ചെയ്തു. ഞാനിവിടെ എത്തിയപ്പോൾ കുറച്ച് സന്ധ്യയായിപ്പോയി. അത് എൻ്റെ മിസ്റ്റേക്കായിരുന്നു. സോ ഇതാണ് നമ്മുടെ ആദിയോഗി ശിവ സ്റ്റാച്യു, വലിയ ഭീമാകാരനായിട്ടുള്ള മഹാദേവൻ്റെ ശില്പം. ഈ ഒരു രൂപത്തിൻ്റെ മുകളിലേക്ക് ലേസർ ലൈറ്റുകൾ അടിച്ചിട്ടാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ ഒരു ലേസർ ഷോ വിസ്മയം തീർക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങോട്ടുള്ളത് ഫ്രീ എൻട്രിയും അതുപോലെ തന്നെ ഈ ലേസർ ഷോയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങളുടെ ഒടുക്കത്തെ തിരക്കാണ്. മഹാദേവൻ്റെ പകുതി, അതായത് തലയും ഷോൾഡറും ചെസ്റ്റും വരെ മാത്രമുള്ള പ്രതിമകളിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന ഗിന്നസ് റെക്കോർഡ് ഈ ഒരു ആദിയോഗി സ്റ്റാച്യുവിന് സ്വന്തമാണ്. അതുപോലെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത്. 112 അടി ഉയരമാണ് ഈ ഒരു പ്രതിമയ്ക്കുള്ളത്. ലേസർ ഷോ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്.
ഈ ഫോണിലൂടെ ഈ ഒരു കാഴ്ച അത്ര ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുവാണെങ്കിൽ എല്ലാവരും അവിടെ പോയിട്ട് ലൈവായിട്ട് തന്നെ കാണാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു ഫോണിലും ക്യാമറയിലൊക്കെ പിടിച്ചിങ്ങനെ കാണിക്കുന്നതിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവും. പക്ഷെ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് വേറെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് പറ്റുമെങ്കിൽ എല്ലാവരും അവിടെ തന്നെ പോയി കാണുക. ആ ഒരു ലേസർ ലൈറ്റിൽ ഇങ്ങനെ ഓരോ രൂപമാറ്റങ്ങൾ വരുമ്പോഴും ആൾക്കാരിങ്ങനെ ആർത്ത് വിളിക്കും. അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആ ഒരു വിസ്മയം കാണാനുണ്ടല്ലോ, അടിപൊളിയാണ്. അങ്ങനെ ലേസർ ഷോയൊക്കെ കണ്ടിട്ട് തിരിച്ച് 8 മണിക്ക് അവിടെ നിന്നുള്ള ബസ്സിന് കയറി. ഈ ഒരു ഇഷ യോഗ സെൻറ്ററിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ബസ് കൊണ്ടുവന്ന് നിർത്തിയിടും. അപ്പോൾ തന്നെ ചാടി കയറണം. ബസ്സിൻ്റെ ടൈം ഞാൻ ഇതിൽ കൊടുക്കാം. നല്ല തിരക്കായിരുന്നു ബസ്സിൽ. ഈ ഒരു ബസ്സിൻ്റെ സ്റ്റെപ്പ് നമ്മൾ ചവിട്ടി കയറേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടം പോലെ ആളുണ്ട് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കിൽ പെട്ടിട്ട് നമ്മളിങ്ങനെ തള്ളിയായിരിക്കും ബസ്സിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ എയറിലായിരിക്കും ഉണ്ടാവുക. പറ്റുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരു സീറ്റ് ഉറപ്പ് വരുത്തുക. ഞാനങ്ങനെ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് എയറിൽ കയറിപ്പോയ ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഔട്ട് ഫ്രം വെറൈറ്റി വീൽസ്.